ഈ മാമനിത് എവിടെ പോയി കിടക്കണത്? കുറെ നേരമായില്ല പോയിട്ട്. ഇനി മരവും തപ്പി പോണ വഴിക്ക് പോലീസ് അങ്ങനെ പിടിച്ചു കാണും. ആൾക്കാരെ ഭാഗത്ത് പോലീസ് വിളിച്ചെന്ന് പറഞ്ഞു. ചേച്ചി ചേച്ചി എടി എനിക്കൊരു ഡൗട്ടേ. എന്താടി? ഈ പണം കഴിക്കുന്ന മരം വല്ല ഉണ്ടാവും? പൊട്ടിക്കാടി, നീ ഇതൊക്കെ വിശ്വസിക്കുകയാണോ? ഞാൻ വിശ്വസിച്ചൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഡൗട്ട്. ബെസ്റ്റ് ഡൗട്ട്. അപ്പം പണം കായ്ക്കണ മരമൊന്നും ഇല്ലേ? നീയൊക്കെ പറഞ്ഞോണ്ടാണ് ഞാൻ പൈസ എടുത്തു കൊടുത്തത്. ഹലോ, ഞാൻ എപ്പോ പറഞ്ഞു പൈസ എടുത്തു കൊടുക്കാൻ? നിങ്ങൾ ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, ചുമ്മാ ഓരോ നാട്ടിലെടുത്ത് കൊടുത്തിട്ട്. അതല്ല, വർക്ക്ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ പറ്റിയിരുന്ന പൈസ ഞാൻ എടുത്ത് കൊടുത്തത്. എന്തിനു വർക്ക്ഷോപ്പിൽ സാധനം വാങ്ങിക്കണേ? തുരു പിടിച്ചു പോവാനാ? പണിയൊന്നുമില്ലല്ലോ. ചേച്ചി പാടിയായിരുന്നു. ആ ദാ മാമ പറഞ്ഞുണ്ട്. കിട്ടി 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 മാമ, കിട്ടി കിട്ടി. എന്തോ ന്യൂസ് പേപ്പറാ? അല്ലടി, അകത്തോണ്ട സൂക്ഷിച്ചു പിടിച്ചോണേ. 10,000 രൂപയുടെ സാധനമാ. എന്തിന് ഇത് ചെടിയാ? ഇതാണ് പണം കായ്ക്കണ മരം. എന്റെ മാമ, ഇത് മരത്തിന്റെ കുഞ്ഞാ, മനസ്സിലായോ? ഇതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് സൂര്യപ്രകാശം തട്ടാൻ പാടില്ല. സൂര്യപ്രകാശം ഇല്ലാതെ എങ്ങനെ മരം വളർന്നേ? എന്റെ മോളെ, ഇത് പണം കായ്ക്കുന്ന മരമല്ലയോ, അപ്പൊ അതിന് സൂര്യപ്രകാശം വേണ്ട. പിന്നെ പ്രത്യേകത നമ്പർ 2, വളം വേണ്ട. വളം വേണ്ട, പിന്നെ വെള്ളം വേണം. അത് ഓരോ മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാല് കാലത്ത് എന്ന് നോക്കുമ്പം പൈസ ഇങ്ങനെ കിടക്കുന്ന കാണും. നമ്മളങ്ങ് വാരി മാറ്റിയാ മതി. അപ്പോഴേ ഇതിന് തൂങ്ങി കിടക്കോ താഴെ വിരിഞ്ഞു കിടക്കോ? എന്തോന്ന് പണം? പണം അത് തൂങ്ങി കിടക്കുകയോ താഴെ വീണ് കിടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ മാമ. ഞാൻ ആദ്യമായിട്ട് ഇന്നാ ഇത് കാണുന്നത്. നമുക്ക് ഏതായാലും പരിശോധിക്കാം. അപ്പൊ അകത്ത് കൂടുതൽ സൂര്യപ്രകാശം. പോരെ പോരെ പോരെ, കൊണ്ടുവയ്ക്ക. പതുക്കെ 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 വെക്ക. ഇതേ മാമോ, ഞാൻ തിരുവല്ലയിൽ നിന്ന് കൊണ്ടുവരിക. ഇടയ്ക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പൊ ഇച്ചിരി അത്യാവശ്യമായിട്ട് വെള്ളം ഒഴിക്കണം. ഇടി വെള്ളം ചെല്ലേ ഇച്ചിരി ഒഴിക്കും. ഇതിന് വല്ല കണക്കുവല്ലോ ഉണ്ടോ? നീ ഒഴിക്ക്, ഞാൻ പറഞ്ഞുതരാം. മതി മതി മതി. ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് വെള്ളം ഒഴിക്കണം. രണ്ടുപേരും പറഞ്ഞ മനസ്സിലായല്ലോ. നിങ്ങളെ രണ്ടുപേരും ഏൽപ്പിച്ചിരിക്കുക. ഇനിയിപ്പോഴ് സൂര്യപ്രകാശം തട്ടാത്ത എവിടെങ്കിലും ഇത് മാറ്റി വെക്കണം. നോക്കാം, മറിക്കാം. ഇവിടെ കുഴപ്പമില്ല. വെള്ളം ഒഴിക്കാൻ മറക്കരുത്. വെള്ളം ഒഴിക്കാൻ മറക്കരുത്. എന്താ കാര്യം? ഇതിനകത്ത് പൈസ. എടീ, പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നീയൊക്കെ കൂടി എന്താ എന്നെ കുറിച്ച് പറഞ്ഞത്? എന്താ പറഞ്ഞേ? മാമന് ഭ്രാന്താണെന്ന്. ഇതാണോടി ഭ്രാന്ത്? ഇത് സ്വർണ്ണ നാണയോ? അയ്യോ, കണ്ണിന്റെ വീസ് അടിച്ചു പോയോ മാമന്റെ? ഇത് 10ന്റെ തുട്ടാ മാമ. 10ന്റെ തുട്ടാ? നോട്ടൊന്നുമില്ലേ?
എന്റെ മാമ ഇത് മരത്തിന്റെ കുഞ്ഞാ. ഇപ്പൊ ഇത്രേ കിട്ടൂ. ഇത് വളരുമ്പോൾ ഇങ്ങനെ പൈസ കൂടി 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 വന്ന് ഇത് മരമാകുമ്പോഴത്തേക്ക് 500-ന്റെ 2000-ന്റെ ഒക്കെ നോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും. അത് നമുക്ക് ഇങ്ങനെ പറിച്ചെടുത്താ മതി. എന്നിട്ടാണ് എനിക്ക് വർക്ക്ഷോപ്പ് ഒന്ന് പുതുക്കി പണിയണം. എന്തിനാ? പൈസ ഒന്നും കൂടാൻ പോവേണ്ടി. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമുക്ക് നോട്ട് എണ്ണുന്ന ഒരു മെഷീൻ വാങ്ങിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് എണ്ണി കഴിഞ്ഞാൽ എണ്ണം പശു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ കോടിക്കണക്കിന് രൂപ വന്നു കഴിഞ്ഞാലേ ഇൻകം ടാക്സിന്റെ പ്രശ്നം വരും. അയ്യോ, അപ്പൊ എന്തിനി? നമ്മൾ സോഴ്സ് കാണിക്കണം. സോഴ്സ് കാണിക്കണം, എങ്ങനെ കിട്ടിയെന്നുള്ള കാണിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും ആലോചിച്ചൊരു അതിനൊരു ഒരു സോഴ്സ് കണ്ടുപിടിക്കാം മാമ. ബാ നമുക്ക് ആലോചിക്കാം. മനുഷ്യന്റെ ഉറക്കവും പോയി. ചേച്ചി എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചേ? ഇതിൽ നിറച്ചും പൈസ വന്നല്ല. ഇടി പൊട്ടിക്കളി, നീ വിശ്വസിച്ചിരിക്കുകയാണോ ഇത്? അല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ആരാലും വിശ്വസിച്ചു പോലേ. എടി ഇതിൽ എന്തോ ഉടായ്പുണ്ട്. എന്തുടായ്പ്? അത് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണേ? അതിനൊക്കെ ഒരു വഴിയുണ്ട് മോളെ.